ജഡീകരാകുന്നതിനേക്കാൾ ഉചിതം, നല്ലത് ആത്മീകരാകുന്നത്. എന്തിനാണ് ആത്മീകരാകുന്നത് അറിയാമോ? നമ്മുടെ തലമുറകൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ജഡീകരായിട്ട് കുറെ സമ്പാദിച്ചു വെച്ചു, കുറെ അവിടെ കൂട്ടിച്ചു, ഒരു കാര്യമില്ല. കാരണം നമ്മുടെ മക്കൾ സന്താന പുഷ്ടി നിറഞ്ഞവരായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ വംശം ഭൂമിയിൽ നിന്ന് അറ്റ് പോവാണ്. അതാണ് ജഡീകര ജീവിതം. ജഡമോഹങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് 7 തലമുറയെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ 1000 തലമുറ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടോ? 7 ബാക്കി എത്ര ഉണ്ട്? അതിന് പെരുക്കം ഓപ്പോസിറ്റ് 1000 ആണ്. 7 years 7 ആണ്, മറ്റേതോ 1000 തലമുറ. അപ്പൊ ഏതാ നല്ലത്? 1000. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം? ജഡീകരായിട്ട് ജീവിക്കണോ ആത്മീകരായിട്ട് ജീവിക്കണോ? ആത്മീയ. അപ്പൊ ഞാൻ പറഞ്ഞെടുത്ത് തെറ്റുണ്ടോ? അതിൽ തെറ്റുണ്ടോ? ഇല്ല. ജഡീകരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് 7 തലമുറ ഈ ഭൂമിയിലുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കംപ്ലീറ്റും ലേഡീസ് വന്ന് അപ്പൊ നമ്മൾ കാണുന്നു ഭൂമിയില് ഒത്തിരി ലേഡീസ് വന്നിട്ട് തലമുറ അങ്ങ് ഔട്ടായി പോവാം. അവർക്ക് ജീവിതം ഇല്ലാണ്ട് പോയി. അവരെല്ലാം ജഡീകരായിരുന്നത് സത്യമാണ്. അല്ലെങ്കിലോ 1000 തലമുറ നീ അനുഗ്രഹിക്കപ്പെടും. ആരോടാ പറഞ്ഞത്? ദൈവം അബ്രാഹത്തോട് കൊടുത്ത വാഗ്ദാനമാണ്, അല്ലെ? അബ്രാഹാം ആരാണ്? പൂർവ്വപിതാവാണ് അബ്രാഹാം. അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു, ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ജനിച്ചു, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ ജനിച്ചു. അപ്പം പൂർവ്വപിതാവായ അബ്രാഹത്തോട് ദൈവം കൊടുത്ത വാഗ്ദാന പ്രകാരം നമുക്ക് ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കാൻ പറ്റും? 1000 തലമുറ ജീവിക്കാം. അപ്പം ഭൂമിയുടെ അവസാനം നമുക്ക് ആർക്കും പറയാൻ പറ്റുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എപ്പോഴാണ് അവസാനമെന്ന് എനിക്ക് പോലും അറിയില്ല, അത് പിതാവിൽ നിക്ഷിപ്തമാണ്. പിതാവ് അത് അരുളി ചെയ്തിട്ടില്ല. എന്നുള്ള അരുളി ചെയ്യാത്തത്? ദൈവം അബ്രാഹത്തോട് കൊടുത്ത വാഗ്ദാനമാണ്. നീ ആത്മീകനായിട്ട് ജീവിച്ചാൽ 1000 തലമുറ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ ഏതാ നല്ലത്? ജഡീകരായി ജീവിച്ച് മരിക്കണമോ ആത്മീകരായി ജീവിച്ച് എന്നും ജീവിക്കണം? ചോദ്യമാണ്. ഏതാണ് നമുക്ക് ജീവിക്കേണ്ടത്? ഈ ഭൂമിയിൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ 7 വയസ്സിൽ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച രക്തമാംസങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ 7 വയസ്സിൽ തന്നെ ആത്മീക ജീവിതം തിരഞ്ഞ് എടുത്തത്. ആർക്കും ഉൾക്കൊള്ളാൻ കിട്ടുന്ന ജീവിതം അല്ലെങ്കിൽ അത് ത്യാഗമാണ്, സഹനമാണ്, വളരെയേറെ സഹിച്ചു വേണം ജീവിക്കാൻ. പക്ഷെ എന്താണ് അതിന്റെ ഫലം? ദൈവം നിത്യജീവൻ തരും. വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ദൈവത്തിന് സമർപ്പിതനായി ഇന്നും മരണം വരെയും ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആത്മീക ജീവിതത്തിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാൾ ഒത്തിരി വലുതാണ്. ഭൗതികമായിട്ട് നമുക്ക് ഒത്തിരി പരാജയങ്ങൾ ഉണ്ടാകും, നിന്ദനങ്ങൾ ഉണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, കുരിശുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ എല്ലാം ദൈവം നമ്മളെ താങ്ങി നിർത്തും. താങ്ങുന്ന ഒരുവൻ അവനേ ഉള്ളൂ, ദൈവം. അപ്പൊ ആ ദൈവം നമ്മളെ താങ്ങി നിർത്തിയാൽ 1000 തലമുറകൾ നമുക്ക് ഭൂമിയിൽ കാണാൻ ദൈവം ഭാഗ്യം തരും. അതാണ് ആത്മീകനും ജഡീകനും തമ്മിലുള്ള വ്യത്യാസം.